വയനാട്ടിൽ എനിക്ക് 2 കോട്ടേജ് ഉണ്ട്, എനിക്കൊരു സാൻഡൽവുഡ് തോട്ടമുണ്ട്, എനിക്കൊരു ഫാം ടൂറിസം ഉണ്ട്. ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഈ 6 വർഷം കൊണ്ട് ഹോം ബേക്കർ ആയിട്ട് പാഷനായിരുന്നു. എന്നിട്ട് ഈ 6 വർഷം കൊണ്ട് ലൈഫിൽ എന്ത് നേടി? കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ ശരിക്കും ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാൻ നമ്മുടെ ലൈഫിൽ ഉണ്ടായില്ല എന്ന് പറയുന്നതാണ് സത്യം. അപ്പൊ ഈ 3 കാര്യങ്ങൾ സ്റ്റക്കായി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ വീഡിയോ കാണുന്നു, അങ്ങനെ അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു, അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് മാത്രമല്ല സാർ, എൻ്റെ മക്കള് 2 പേരാണ്. അപ്പൊ എൻ്റെ സത്യം പറഞ്ഞ എൻ്റെ മൂത്ത ആള്, അപ്പൊ അവന്റെ സ്കൂളിൽ അവൻ പറയും ഞാനാണ് ഹീറോ, കാരണം 2 കോട്ടേജിന്റെ മുതലാളിയാണെന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സ് എന്നെ കളിയാക്കാറുണ്ട്. അമ്മേ ഞാനാണ് അടുത്ത ഹീറോ എന്നൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ വന്ന് പറയുന്ന സമയത്ത് ഭയങ്കര അഭിമാനമാണ്, കാരണം എൻ്റെ അടുത്ത തലമുറയ്ക്ക് കൂടി ഉപയോഗിക്കാന്നില്ല. കാരണം എൻ്റെ ലൈഫ് ശരിക്കും പറഞ്ഞാൽ ലൈഫ് സെക്യൂർ ആയി എന്ന് തന്നെ പറയാം. കാരണം എൻ്റെ ലൈഫിലും അടുത്ത തലമുറയ്ക്കും കൂടെ ഒരു ലോങ് ടൈമിലേക്ക് എനിക്കിത് അതിന്റെ റിട്ടേൺ കിട്ടുക. ഇപ്പോ ഒരു ജീവിതത്തിൽ പ്രതീക്ഷ വന്നില്ലേ? എല്ലാ 5-ാം തീയതി ഇനി ലിറ്റി കാത്തിരിക്കും അല്ലെ, ആ വരവും കാത്ത് ആ ഒരു സൗണ്ട് ഒന്ന് കേൾക്കാൻ. ഏത് മൊബൈൽ ഫോണിൽ വരുന്ന അല്ലെ, യുവർ അക്കൗണ്ട് ഹാസ് ബിൻ ക്രെഡിറ്റഡ് സോ ആൻഡ് സോ അല്ലെ. പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ ടീച്ചർമാർ ചോദിക്കുമായിരുന്നു, മോനെ നിനക്ക് പഠിച്ചിട്ട് ജീവിതത്തിൽ ആരാവണം? അപ്പം അന്ന് ടീച്ചേഴ്സിന് ഓപ്ഷൻ തരുമായിരുന്നു, ഡോക്ടർ, എൻജിനീയർ, പോലീസ് അല്ലേ, അങ്ങനെ പല ഓപ്ഷൻസാണ് കിട്ടിയിരുന്നത്. അപ്പം അന്നും എനിക്ക് തോന്നുന്നു എന്തോരു ഓപ്ഷൻ ഞാൻ കൊടുത്ത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പക്ഷെ ഇന്ന് എൻ്റെ മക്കളെ ഞാൻ കൊടുക്കുന്ന ഓപ്ഷൻ ഇതൊന്നും അതിലില്ല. ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കുന്നത്, മക്കളെ നിങ്ങൾ പഠിച്ച് ഒരു ഇൻവെസ്റ്റർ ആവണമെന്നാണ്. എന്തിനാണ് ഒരു ഇൻവെസ്റ്റർ ആവണമെന്ന് ചോദിച്ചാൽ, ഇന്ന് ലോകത്തിലെ മുഴുവൻ സമ്പത്തിൻ്റെയും 89% ഇന്ന് കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലാണ്. പിന്നെ ബാക്കിയുള്ള 11%-ൽ 10% ഉള്ളത് ബിസിനസ്സുകാരുടെ കയ്യിലും 1% ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ എംപ്ലോയീസിൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും എൻ്റെ അറിവുള്ള ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു എത്രയും പെട്ടെന്ന് ഒരു ഇൻവെസ്റ്റർ ആവാന്നുള്ളത്. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ ആവണമെങ്കിൽ നമുക്കറിയാം നമ്മുടെ കയ്യിൽ ധാരാളം പണം വേണം. അങ്ങനെ ധാരാളം പണം നമ്മുടെ കയ്യിലേക്ക് വരണമെങ്കിൽ നമ്മളൊരു ബിസിനസ് ചെയ്തേ മതിയാവും. അപ്പോൾ വാട്ട് ഈസ് ദ റിയൽ പർപ്പസ് ഓഫ് ബിസിനസ് എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ആൻസറേ ഉള്ളൂ, ടു ജനറേറ്റ് ക്യാഷ് മോർ ഫാസ്റ്റ്. അങ്ങനെ കൂടുതൽ പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പണം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ അങ്ങനെ കൂടുതൽ പണം ഉണ്ടാക്കി ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ ബിസിനസ്സിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിന് നമ്മുടെ കരിയർ തുടങ്ങുമ്പോൾ തന്നെ മറ്റൊരാളുടെ കീഴിൽ ഒരു എംപ്ലോയി ആയിട്ട് ജോലി ചെയ്ത് ആ ജോലി ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഡിസിപ്ലിൻ, അതോടൊപ്പം പങ്ക്ച്വാലിറ്റി, ഇതെല്ലാം നമ്മൾ നേടിയെടുത്തെങ്കിൽ മാത്രമേ നമുക്കൊരു ബിസിനസ്സുകാരനാവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കിയിട്ട് വേണം ഒരു ഇൻവെസ്റ്റർ ആവാൻ വേണ്ടിയിട്ട്. ഇത്